കരിയംകോട് വാർഡിലെ അനധികൃത പന്നി ഫാമുകൾക്കെതിരെ പഞ്ചായത്ത് നടപടി. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കരിയംകോട് വാർഡിൽ കാലങ്ങളായി നിലനിന്നിരുന്ന മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന പന്നി ഫാമുകൾക്കെതിരെ പഞ്ചായത്ത് നടപടി ശക്തമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് അമല ടീച്ചറുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലങ്ങൾ സന്ദർശിച്ച് പരിശോധന നടത്തി. അനധികൃത പന്നി വളർത്തൽ കേന്ദ്രങ്ങൾക്ക് നോട്ടീസ് നൽകുകയും നിയമലംഘനം കണ്ടെത്തിയ കേന്ദ്രങ്ങൾക്കെതിരെ തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി ഇന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചില കേന്ദ്രങ്ങളിലെ പന്നികളെ പിടിച്ചുമാറ്റി. കരിയംകോട് വാർഡിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയ ഏകദേശം 20ഓളം പന്നി ഫാമുകൾക്കാണ് പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും പരിശോധനയും നിയമ നടപടികളും തുടരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അമല ടീച്ചർ അറിയിച്ചു. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കാലാകാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തും ഈ സമയത്തുമൊക്കെ ഒരുപാട് സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നിരുന്നു. അപ്പം കരിയംകോട് എന്നുള്ള ഒരു വാർഡിൽ തന്നെ 20 പന്നി ഫാമുകളും അതുപോലെ നമ്മുടെ പൂവച്ചൽ പഞ്ചായത്ത് പരിധിയിൽ 30ഓളം പന്നി ഫാമുകളും പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയും, എന്നാൽ നമ്മൾ അതനുസരിച്ച് പലതവണ ഒരു 3, 4, 5 വർഷങ്ങളായി തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് ഇവിടെ നിന്ന് നോട്ടീസുകൾ കൊടുക്കുകയും ഇത് പിടിച്ചു മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ നാളിതുവരെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് നമുക്ക് സാധിച്ചില്ല. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഭരണസമിതി അംഗങ്ങൾ 24 പേരും കൂട്ടായി ഒരു തീരുമാനമെടുത്തു. നമ്മുടെ ഈ മാലിന്യ പ്രശ്നം പരിഹരിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഇതിൽ രാഷ്ട്രീയ ഭേദമന്യേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമായിട്ടല്ല, മുഴുവൻ 24 മെമ്പർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ മാസം തന്നെ 3-ാം തീയതി ഒരു അടിയന്തര കമ്മിറ്റി കൂടി ഞങ്ങൾ ആ കമ്മിറ്റിയിൽ തീരുമാനമെടുത്തത് ഈ മാലിന്യ പ്രശ്നത്തിന് കാരണമാകുന്ന നമ്മുടെ ഈ കരിയംകോടിലെ പന്നി ഫാമുകൾ, കരിയംകോടിലെ മാത്രമല്ല പൂവച്ചൽ പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ പന്നി ഫാമുകളും ഒരു പന്നിയില്ലാതെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുക്കുകയും ഭരണസമിതി കമ്മിറ്റി തീരുമാനപ്രകാരം ഞങ്ങൾ ഇന്ന് വന്ന് ഇവിടെ നിന്ന് ഞങ്ങൾ ഇത്രയും നാളായിട്ട് നമുക്ക് ആ ഒരു അനധികൃത കെട്ടിടങ്ങളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. മാലിന്യ പ്രശ്നം വളരെയധികമാണ്. ഒന്നാമത് ഇപ്പോൾ നമുക്ക് ഒരുപാട് സാംക്രമിക രോഗങ്ങളും ഈച്ച, കൊതുക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാകും, വളരെയധികം പരിസ്ഥിതി പ്രശ്നം നേരിടുന്ന മേഖലയാണിത്. ഇന്ന് നിലവിൽ നമ്മൾ പന്നി ഫാമുകൾ സന്ദർശിച്ചപ്പോൾ ഇന്നലെയൊക്കെ ഒരു 17ഉം 18ഉം 20ഉം പന്നികൾ കിടന്ന ഫാമിൽ ഇന്ന് ഞങ്ങൾ എത്തിയ സമയത്ത്, ഇന്നലെ നോട്ടീസ് പതിച്ചിരുന്നു. ഇന്ന് ഞങ്ങൾ എത്തിയ സമയത്ത് ഞങ്ങൾക്ക് 5ൽ താഴെ പന്നികളെ മാത്രം കാണാൻ സാധിച്ചുള്ളൂ. എന്നാൽ അവിടെ നിന്ന് കുട്ടിപ്പന്നികളെയും ഗർഭിണി പന്നികളെയും ഒഴികെ ബാക്കി ഞങ്ങൾക്ക് ലഭിച്ച പന്നികൾ, ഇപ്പം 4 പന്നികളാണ് ഞങ്ങൾ ഇപ്പോൾ ഇതുവരെ പിടിച്ചത്. എങ്കിലും കുട്ടിപ്പന്നികളും ഗർഭിണി പന്നികളെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുമായി കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി. GTV ന്യൂസ്, കാട്ടാക്കട.